വടകരയിൽ ആർക്കും പാട്ടും പാടി ജയിച്ചു കയറാൻ കഴിയില്ല. അത്ര സങ്കീർണമാണ് കാര്യങ്ങൾ. തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പക്ഷേ പാട്ടും ആയുധമാണ്. RMP എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷം 2009 ഇടതുപക്ഷത്തിന് കൈവിട്ടുപോയതാണ് വടകര. പിന്നീട് ആവനാഴിയിലെ ആയുധങ്ങൾ ഓരോന്നായി പരീക്ഷിച്ചുവെങ്കിലും എല്ലാം പരാജയം. KK ശൈലജയുടെ ടീച്ചറമ്മ പ്രഭാവം, CPM കേന്ദ്ര കമ്മിറ്റി അംഗം, മട്ടന്നൂരിലെ റെക്കോർഡ് ഭൂരിപക്ഷം എല്ലാം ആറ്റിക്കുറുക്കി വടകരയെ തളയ്ക്കാനുള്ള പുറപ്പാട്. വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുക്കപ്പെടും എന്നതിന്റെ കേൾവികൊണ്ടാണ് ഇവിടെ ഉയർന്നിട്ടുള്ളത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. LDFന്റെ പ്രവർത്തകർ മാത്രമല്ല, നിഷ്പക്ഷമതികളായിട്ടുള്ള ഒട്ടേറെ സഹോദരങ്ങൾ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ വിജയത്തിനു വേണ്ടി ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഔദ്യോഗിക പ്രഖ്യാപനം നടന്നില്ലെങ്കിലും K മുരളീധരന് വേണ്ടി ഗ്രൗണ്ടിൽ പണി തുടങ്ങിയിരുന്നു. അപ്പോഴാണ് പത്മജിയുടെ BJP പ്രവേശനവും K മുരളീധരന്റെ അവിചാരിതമായ പോക്കും. ഒരു നിമിഷം പകച്ച വടകരയിലെ UDF പ്രവർത്തകർ പക്ഷേ ഷാഫി പറമ്പിലിന്റെ വരവിനെ വൻ ആഘോഷമാക്കി മാറ്റി. ആവേശം വടകരയുടെ തെരുവ് ഏറ്റുവാങ്ങി. ടീച്ചറമ്മയുടെ സ്വാധീനത്തെ ഷാഫി എന്ന യുവസാന്നിധ്യം കൊണ്ട് മറികടക്കാനാകുമെന്ന് UDF കണക്കുകൂട്ടുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരിക്കെ നടത്തിയ പോരാട്ടങ്ങൾ, നിയമസഭയിലെ തീപ്പൊരി പ്രസംഗങ്ങൾ, പ്രവർത്തകരിലെ സ്വാധീനം. കോൺഗ്രസ് മാത്രമല്ല, മുസ്ലിം ലീഗും നെഞ്ചേറ്റിക്കഴിഞ്ഞു ഷാഫിയെ. ഇതേമാതിരി ഒന്നൊന്നര വരവായിരുന്നു ശ്രീ മുരളീധരൻ്റെത്. ഇത് അതിനെയും കടത്തി വെട്ടുന്ന ഒരു വരവായി. 2 MLA-മാർ, 2 പ്രഭാവങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ അവിടെ നിർണായകമാകുന്നത് ഇത്തവണയും TP ചന്ദ്രശേഖരൻ തന്നെയാവും. ചന്ദ്രശേഖരൻ കേസിലെ ഹൈക്കോടതി വിധിയോടെ പ്രത്യേകിച്ചു. വടകരയുടെ ടീച്ചറമ്മ ആരാണ്? എന്റെ മകനെ കൊന്നതാണ്. എന്റെ മകനെ കൊല്ലാൻ CPIM എന്ന പാർട്ടി ഉത്തരവിട്ടതാണ്. എന്റെ മകനെ കൊല്ലാൻ കൊടിസുനിമാരെ പോലുള്ള ക്രിമിനലുകൾ അവിടെ കാത്തുകെട്ടിക്കിടന്ന് പ്ലാൻ ചെയ്ത മർഡറാണ് എന്ന അമ്മ അറിഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത വേദനയിൽ നീറിക്കൊണ്ടിരിക്കുമ്പോ മൃതദേഹം അവസാനം ആ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നപ്പോ അവിടെ കടത്തിയ മൃതദേഹം കാഴ്ച പരിമിതിയുള്ള ആ കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാവാതെ അവിടെ കിടത്തിയിരിക്കുന്ന മൃതദേഹത്തിൽ കൈയൊന്നോടിച്ചപ്പോ മുഖത്ത് പാടുകൾ തൊട്ടിട്ട് എന്റെ മകനല്ല എന്ന കൈ പിൻവലിച്ച പത്മിനി അമ്മയാണ് ഈ വടകരയുടെ ടീച്ചറമ്മ എന്ന്. ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവവും വടകരയുടെ രാഷ്ട്രീയവും മറികടന്ന് ജനങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ അവസരമുണ്ട്. ആറ്റിക്കുറുക്കി അവരെടുക്കുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ഇരുമുന്നണികൾക്കും ഇപ്പോഴത്തെ തന്ത്രങ്ങൾ മതിയാകാതെ വരും. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.